ഇന്നൊരു അടിപൊളി വെറൈറ്റി വറുത്തരച്ച ചിക്കൻ ആക്കാൻ ആണ് നമ്മൾ പോകുന്നത്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഇതാ ചിക്കനാണ്. ചിക്കൻ ഒരു 1.5 കിലോ അടുത്തുണ്ടാവും. അത് എന്ന് വെച്ചാൽ അത് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് തലേന്നേ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കലുണ്ട്. അപ്പോൾ നന്നായിട്ട് ഉപ്പും മുളകെല്ലാം പിടിക്കുമല്ലോ. ഇതിന് ഞാൻ 2.5 ടീസ്പൂണ് റെഡ് ചില്ലി എന്ന് പറഞ്ഞാൽ അത് മറ്റേ ഇതാണ്, കാശ്മീരി മുളകാണ് ഇട്ടത്. 2.5 ടീസ്പൂണ് കാശ്മീരി മുളകും 1 ടീസ്പൂണ് മാത്രമേ പിന്നെ എരിവുള്ള മുളകും ഇട്ടിട്ടുള്ളൂ. പിന്നെ പാകത്തിനുള്ള ഉപ്പ്. ബാക്കിയെല്ലാം ഞാൻ ഇതിൽ വറുത്തരക്കുന്നതിലാണ് ചേർക്കുന്നത്. വറുത്തരക്കാൻ വേണ്ടുന്നത് ഇതെല്ലാമാണ്. പിന്നെ കുറച്ച് തേങ്ങ, അതായത് എന്നാ പറയേണ്ടത്, ഒരു മുറി തേങ്ങ ഇല്ല, അതിൽ കുറവായിട്ടുള്ള തേങ്ങയാണ്. ഒരു അരമുറിയിൽ കുറച്ചധികം തേങ്ങ. പിന്നെ കുറച്ച് കുരുമുളക്, കുറച്ച് ജീരകം, പെരിഞ്ജീരകം കുറച്ചധികം, 2-3 വറ്റൽ മുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, പിന്നെ കുറച്ച് കാന്താരി, കുറച്ച് കറിവേപ്പില. ഇതെല്ലാമാണ് ഞാൻ വറുത്തരക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. പിന്നെ വറുത്തരച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. സവാള ചെറിയ 2 അത് ഞാൻ വഴറ്റാനാണ് വെക്കുന്നത്. ഇത് വഴറ്റിയതിന് ശേഷമാണ് പച്ചമുളകും പിന്നെ 2 ചെറിയ തക്കാളിയും ഇട്ടിട്ട് വഴറ്റുക. അത് വഴറ്റുമ്പം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഞാൻ വറുത്ത് ഇതാക്കിയിട്ടില്ല, അതിൽ ജിഞ്ചർ ഇട്ടിട്ടില്ല. അപ്പോൾ അതിലെ പേസ്റ്റും ഈ വഴറ്റുന്ന സമയത്താണ് ഇടുന്നത്. ഇത് മൂന്നും വഴന്ന് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് മല്ലിപ്പൊടി ഇടുന്നത്. മല്ലിപ്പൊടി ഞാൻ അതിലേക്ക് വറുത്ത് ഇട്ടിട്ടില്ല, അതുകൊണ്ട് മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി അതിലിടും. അത് നന്നായി വഴന്ന് വന്നിട്ടാകുമ്പോഴാണ് ചിക്കൻ അതിലേക്ക് ഇടുന്നത്. എന്നിട്ട് അതിങ്ങനെ നന്നായി വെന്തിട്ടാകുമ്പോൾ, ചിക്കൻ വെന്തിട്ടാകുമ്പോഴാണ് അതിലേക്ക് വറുത്തരച്ച തേങ്ങ, വറുത്തത് തേങ്ങ ഞാൻ അതിലേക്ക് അരച്ചിട്ട് ഒഴിക്കുന്നത്. അത് അന്നേരം കാണിച്ചു തരാം. സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം നല്ല ശരിക്ക് വഴന്ന് വന്നു. അതിനുശേഷം ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒഴിച്ചു. ഒരു ടീസ്പൂണ് ഇതിലിട്ടു. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ടു, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. അതിട്ട് ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇടുവന്നു. ഇതെല്ലാം മിക്സായിട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടാകുമ്പോഴാണ് ഞാൻ അരപ്പ് ചേർക്കുന്നത്. വറുത്ത തേങ്ങ ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് വെന്ത് വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ചിക്കൻ നന്നായിട്ട് വെന്തു. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ഒഴിച്ചു കൊടുക്കാം. ലേശം വെള്ളം, ലേശം അത്രേ വേണ്ടു. ആ വെള്ളം ഒഴിക്കുന്നത് തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം. പച്ചവെള്ളം ഒഴിച്ചാൽ അതിന്റെ ടേസ്റ്റ് പോയി. അപ്പം ഉപ്പും മുളകും എല്ലാം നോക്കുക കറക്റ്റായിട്ടുണ്ടോയെന്ന്. ഇല്ലെങ്കിൽ കഴിക്കുക. ഇനി ഇതിൽ ലേശം ചിക്കൻ മസാല ഇടുവേ. ചിക്കൻ മസാല ഇട്ടിട്ട് വറുത്തിടുന്നത് ചെറിയുള്ളിയും തേങ്ങാക്കൊത്തും കറിവേപ്പിലയും ഉണക്കമുളകും, ഇതാണ് വറുത്തിടുന്നത്. എല്ലാം കറക്റ്റായിട്ടുണ്ട്. തേങ്ങാക്കൊത്ത്, ചെറിയുള്ളി, ഉണക്കമുളക്, കറിവേപ്പില എല്ലാം കൂടിയാണ് വറുത്തിടുന്നത്. വറുത്തരച്ച വെറൈറ്റി ചിക്കൻ കറി റെഡിയായേ. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.